In this video, let us learn what is dipole moment and what is the relationship between dipole moment and molecular structure or molecular geometry. Before going into detail about dipole moment, let us learn what is bond polarity or molecular polarity. Bond polarity refers to distribution of electron cloud around two atoms in a bond. So what you see here is a homodiatomic molecule, a hydrogen molecule. Here two hydrogen atoms are bonded, right? So there is no electronegativity difference between these two atoms. There is no polarity in this bond, right? So it has no bond polarity. So the resulting molecule will have zero dipole moment. Okay. അതുപോലെ ഇത് നമ്മൾ കണ്ടു രണ്ട് ഹൈഡ്രജൻ ഇക്വലന്റ് ഹൈഡ്രജൻസ് ആണല്ലേ ഈ ബോണ്ടിലുള്ളത് കെമിക്കൽ ബോണ്ടിലുള്ളത് അതുകൊണ്ട് അവിടെ ചാർജ് സെപ്പറേഷൻ ഇല്ല അതുകൊണ്ട് ബോണ്ട് പോളാർ അല്ല ഇനി ഒരു ബോണ്ട് പോളാർ ആവണമെങ്കിലോ ഈ ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു അൺഈക്വൽ വേയിലായിരിക്കും അല്ലേ നമ്മൾ ഈ HCl മോളിക്യൂൾ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിനുമായിട്ട് ഇവിടെ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുക സോ negative charge towards electron cloud will be more towards the Cl. So this end gets a partial negative charge and this end gets a partial positive charge. So there is a charge separation of polarity in this bond. അല്ലേ ഈ ബോണ്ടിൽ ഒരു പൊളാരിറ്റി ഉണ്ട് അപ്പം ഈ ബോണ്ട് പോളാർ ആണെന്ന് കെമിക്കൽ ബോണ്ട് പോളാർ ആണെന്ന് നമുക്ക് പറയാം അതോടൊപ്പം ഈ എൻ്റെ മോളിക്യൂളിന് എന്തുണ്ട് ചാർജ് സെപ്പറേഷൻ പൊളാരിറ്റി ഉള്ളതുകൊണ്ട് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലേ അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള രണ്ട് ആറ്റംസ് തമ്മിലാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ബോണ്ടിന് പൊളാരിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കെമിക്കൽ ബോണ്ട് പോളാർ ആണോ അല്ലയോ എന്നുള്ളത് സോ നമ്മൾ ഒരു ബോണ്ട് പോളാർ ആവുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഒരു മോളിക്യൂൾ ആസ്വദിച്ച് അതിന്റെ പൊളാരിറ്റി നമ്മൾ പറയുമ്പോൾ ഈ ഇൻഡിവിജ്വൽ ബോണ്ടിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ ബോണ്ടുകൾ എങ്ങനെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു മോളിക്യൂളിന്റെ പൊളാരിറ്റി നമുക്ക് പറയാൻ പറ്റുക ഒരു മോളിക്യൂൾ പോളാർ ആണെങ്കിൽ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ബോണ്ടിന്റെയും നെറ്റ് പൊളാരിറ്റി ഒരിക്കലും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല അതിന്റെ സിമെട്രിക്കൽ സ്ട്രക്ചർ ആയിരിക്കില്ല മോളിക്യൂളിന് ഉണ്ടാവുന്നത് അപ്പോൾ ഒരു ഇഫക്റ്റീവ് പൊളാരിറ്റി അവിടെ ഉണ്ടാവും അപ്പോൾ മോളിക്യൂളിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം നോൺ പോളാർ ആണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിന് ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ ആയിരിക്കും ഇൻഡിവിജ്വൽ ബോൺസിന്റെ പൊളാരിറ്റി നള്ളിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബോൺസ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ഓക്കെ ഇതിന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ മോളിക്യൂളിന്റെ ജിയോമെട്രി അല്ലെങ്കിൽ അതിന്റെ സിമെട്രിയുടെ ബേസിലായിരിക്കും ഇൻഡിവിജ്വൽ ബോണ്ട് നമ്മൾ പറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിലാണ് പൊളാരിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുക അതേസമയം ഓവറോൾ ഒരു മോളിക്യൂളിന്റെ പൊളാരിറ്റി എന്ന് പറയുമ്പോൾ ആ മോളിക്യൂളിന്റെ സിമെട്രി അല്ലെങ്കിൽ അതിന്റെ ജിയോമെട്രി അതിൽ എങ്ങനെയാണ് ബോണ്ട് പെയേഴ്സും ലോൺ പെയേഴ്സും അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിന്റെ ബേസിലായിരിക്കും ഒരു മോളിക്യൂൾ പോളാർ ആണോ അല്ലയോ എന്ന് പറയുക ഒരു മോളിക്യൂൾ ലോൺ പെയർ ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ് ലീഡ്സ് ടു അസിമെട്രി ജിയോമെട്രി നമ്മൾ VSC പെയർ തിയറി ഒക്കെ കണ്ടു അല്ലേ സോ അത്തരം മോളിക്യൂൾസ് പോളാർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ Now let us see what is dipole moment. A substance possesses a dipole moment. A molecule possesses a dipole moment if its centers of positive and negative charges do not coincide and they do not cancel each other out. Okay, ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ ഒരു ഓവറോൾ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജും ഒരു എൻഡിൽ നെഗറ്റീവ് ചാർജും വരുന്ന പോലെ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും അല്ലേ നമ്മുടെ മോളിക്യൂൾ പോളാർ ആയിരിക്കും അത്തരം മോളിക്യൂൾസിന് നമ്മൾ എന്തെന്ന് പറയും അത്തരം മോളിക്യൂൾസിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും A covalent bond between two atoms acquires a partial polar character if the values of electronegativity of two bonded atoms differ അല്ലേ നമ്മൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ആറ്റംസ് തമ്മിൽ ഓരോ ബോണ്ടിനും ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പോളാർ ബോണ്ട്സ് കിട്ടും അത്തരം പോളാർ ബോണ്ട്സ് ചേർന്നുണ്ടാവുന്ന മോളിക്യൂളിൽ ഒരു സിമെട്രിക്കൽ സ്ട്രക്ചർ അല്ല ഈ പോളാർ ബോണ്ട്സ് നള്ളിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ മോളിക്യൂളിന് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് വരും The two charged ends of the bond behave as electrical dipole and the degree of polarity is expressed in terms of dipole moment. ഈ dipole moment നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ mu കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ dipole moment എന്ന് പറയുന്നത് നമുക്ക് which is mu is equal to E into D എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അവിടെ E എന്ന് പറയുന്നത് charge on any one of the atom and D is the distance between atoms. അപ്പോൾ dipole moment നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം Dipole moment is defined as a product of magnitude of charge on any one of the atom and the distance between atoms. The unit എന്ന് പറയുന്നത് D by unit ആണ് ഓക്കെ ഒരു മോളിക്യൂളിന് ലാർജ് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുക അതിലെ കെമിക്കൽ ബോണ്ട്സ് എല്ലാം മോർ പോളാർ ആണ് അല്ലേ പോളാർ ബോണ്ട്സ് ആണ് അതിലുള്ളത് അത് മാത്രമല്ല ആ മോളിക്യൂളിന്റെ അസിമെട്രി കൊണ്ട് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈ പൊളാരിറ്റി
നള്ളിഫൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരു മോളിക്യൂളിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഈ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ആറ്റംസ് തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്നതനുസരിച്ചിട്ട് ആ മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് കൂടുന്നു. നമ്മളൊരു പോളിയറ്റോമിക് മോളിക്യൂൾ, അതായത് 2 or more ആറ്റംസ്, മൾട്ടിപ്പിൾ ആറ്റംസ് വരുന്ന തരത്തിലെ മോളിക്യൂൾ, പോളിയറ്റോമിക് മോളിക്യൂൾസിന്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസ് എങ്ങനെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുക എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പോളിയറ്റോമിക് മോളിക്യൂളിന്റെ ഓവറോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. അതിൽ 2 C ഡബിൾ ബോണ്ടോ ബോൺസ് ആണുള്ളത്. അല്ലെ, ഈ 2 C ഡബിൾ ബോണ്ടോ ബോൺസും ഇതുപോലെ ലീനിയർ ആയിട്ട് 180 ഡിഗ്രി ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ C ഡബിൾ ബോണ്ട് ഓഫ് കോഴ്സ് കാർബണിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജന് കൂടുതലാണ്. സോ ഒരു പൊളാരിറ്റി, ഒരു ഡൈപോൾ ഈ ഡയറക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഈ സൈഡിലേക്കും. പക്ഷെ ഇത് ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് ഇതിന്റെ ഈ 2 ബോണ്ട് ഡൈപോൾസും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് ഓവറോൾ ഡൈപോൾ 0 ആയിരിക്കും. അതേസമയം കാർബൺ ടെട്രാക്ലോറൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാം ഓരോ Cl ബോണ്ടും എങ്ങനെയാണ്? പോളാർ ആണ് അല്ലേ. കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരുപാട് കൂടുതലാണ് ക്ലോറിൻ. സോ ഓരോ ബോണ്ടിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്, ഡെൽറ്റ പ്ലസ് ഡെൽറ്റ നെഗറ്റീവ്. സോ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഈ പോള് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ കേസിൽ ഇതൊരു സിമെട്രിക് സ്ട്രക്ചറാണ്, ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ്. സിമെട്രിക് സ്ട്രക്ചർ ഓറിയന്റേഷൻ ആയതുകൊണ്ട്, ബോണ്ടുകൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് സിമെട്രിക് വേയിലായതുകൊണ്ട് ഇതിന്റെ ഓവറോൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നള്ളിഫൈ ചെയ്തു പോകും. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഡൈപോൾ മൊമെന്റ് CCl4ന്റെ 0 ആയിരിക്കും. അതേസമയം വാട്ടർ മോളിക്യൂൾസ് നമുക്കറിയാം, വാട്ടറിന്റെ ജോമെട്രി ബെൻഡ് ഷേപ്പ് ആണ് നമുക്കറിയാം അല്ലെ. ഇവിടെ നമുക്ക് ലോൺ പെയേഴ്സ് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ബെൻഡ് ജോമെട്രി കിട്ടുന്നത്. OH ബോൺസും എങ്ങനെയാണ്? പോളാർ ആണ് അല്ലെ. ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവും ഓക്സിജന് ഡെൽറ്റ നെഗറ്റീവ് ചാർജുമാണ് ചാർജ് സെപ്പറേഷൻ വരിക. പക്ഷേ ഇത് ഒരു ലീനിയർ മോളിക്യൂൾ അല്ല, സിമെട്രിക് മോളിക്യൂൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ബോണ്ട് ഡൈപോൾസിന്റെ ഓരോന്നിന്റെയും വെക്ടർ സം ആയിട്ടാണ് ഈ മോളിക്യൂളിന്റെ ടോട്ടൽ ഡൈപോൾ വരിക. അപ്പോൾ വാട്ടർ മോളിക്യൂളിന് സിമെട്രിക് സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട്, സിമെട്രിക് ഇൻ ദ സെൻസ് ഡൈപോൾസ് നള്ളിഫൈ ചെയ്യാത്തത് കൊണ്ട് ഒരു ടോട്ടൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. അത് 1.83 T ആയിരിക്കും, 1.83 D ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വാട്ടർ മോളിക്യൂളിനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം OH ബോൺസ് പോളാർ ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇറ്റ് ഈസ് പുൾഡ് ടുവേർഡ്സ് ഓക്സിജൻ അല്ലെ. അപ്പോൾ ഡൈപോൾസ് ഈ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ ഈ ലോൺ പെയേഴ്സിന്റെ പ്രസൻസ് ഈ മോളിക്യൂളിന് ഒരു അസിമെട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബെൻഡ് സ്ട്രക്ചറിലേക്ക് അത് മാറുന്നുണ്ട്. സോ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് മോളിക്യൂൾ ഷിഫ്റ്റഡ് സച്ച് ദാറ്റ് there is greater negative charge on oxygen and greater positive charge on hydrogen. So overall molecule അതിനൊരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് 1.83 D ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ ഈ പൊളാരിറ്റിക്ക് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്ന ജനറൽ റൂള് പോലെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ബോണ്ടഡ് ആറ്റംസ് അല്ലേ, സെയിം ആറ്റംസ് ആണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ സിമെട്രിക്കൽ സ്ട്രക്ചറുമാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഇൻഡിവിജ്വൽ ബോണ്ടിന്റെയും ഡൈപോൾ മൊമെന്റ്സ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ബിക്കോസ് ഓരോ ബോണ്ടിന്റെയും ഡൈപോൾ എന്ന് പറയുന്നത് അതിന്റെ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓവറോൾ മോളിക്യൂള് 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ലോൺ പെയർ, അവിടെ ലോൺ പെയർ ഉണ്ടാവാൻ പാടില്ല, 0 ലോൺ പെയർ ആയിരിക്കണം. ദെൻ ഇറ്റ് വിൽ ബി നോൺ പോളാർ അല്ലെ, സിമെട്രിക്കൽ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ സ്ട്രക്ചർ അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ലോൺ പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോളിക്യൂളിന് ഒരു ഓവറോൾ ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. സോ അത് പോളാർ മോളിക്യൂൾ ആയിരിക്കും. ലോൺ പെയർ ഉണ്ടെങ്കിൽ പോളാർ ആയിരിക്കും. ഓക്കെ, പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. സ്ക്വയർ പ്ലാനർ ആയിട്ടുള്ള ചില മോളിക്യൂൾസിൽ 2 ബോണ്ട് പെയറും 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളിൽ 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ ഇക്വിലാറ്ററൽ പൊസിഷനിൽ വരും അല്ലെ. നമ്മൾ എക്സാമ്പിൾസ് മുമ്പ് കണ്ടിട്ടുണ്ട്. അത്തരം മോളിക്യൂൾസ് നോൺ പോളാർ ആയിരിക്കും. കാരണം ലോൺ പെയർ ഉണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടാവുന്ന പൊളാരിറ്റി, അസിമെട്രിക്കൽ ജോമെട്രി വരുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള പൊളാരിറ്റി സെയിം മാഗ്നിറ്റ്യൂഡ്, പോളാർ ബോൺസ് സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട് നള്ളിഫൈ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഓവറോൾ മോളിക്യൂൾ നോൺ പോളാർ ആയിട്ട് മാറുന്നത്. സോ ഡൈപോൾ മൊമെന്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് അല്ലേ, സെയിം ആറ്റംസ് ആണ് ബോണ്ട് ചെയ്തിരിക്കുക. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ പോലെയുള്ള ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ അത് ഓരോ ആ ബോണ്ടുകൾ എങ്ങനെയാണ്? നോൺ പോളാർ ആണ് അല്ലേ. അതുകൊണ്ട് എൻ്റെ ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതേസമയം
CO2 ഇലക്ട്രോണെഗറ്റിവ് ഡിഫറൻസ് ഉണ്ടല്ലോ, C കാർബൺ ഓക്സിജൻ. അപ്പം ഇൻഡിവിജ്വൽ ബോൺസ് പോളാർ ആണ്, പക്ഷെ അതിന്റെ സിമെട്രിക് ജോമെട്രി കൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. CO2, CH4, CCl4 എല്ലാം നെറ്റ് ഡൈപോൾ മൊമെന്റ് ഇല്ല, പക്ഷെ ഇൻഡിവിജ്വൽ ബോൺസ് പോളാർ ആണ്. അതേസമയം ഹെട്രോ ഡയാറ്റോമിക് മോളിക്യൂൾസ് HF, HCl, അതുപോലെ പോളിയാറ്റോമിക് മോളിക്യൂൾസ് അമോണിയ, വാട്ടറിനെല്ലാം അതിന്റെ ഇൻഡിവിജ്വൽ ബോൺസ് പോളാർ ആണ്. പക്ഷെ ഇതിന്റെ അറേഞ്ച്മെന്റ് സിമെട്രിക് അറേഞ്ച്മെന്റ് അല്ല. ഇൻഡിവിജ്വൽ ബോൺസിന്റെ പൊളാരിറ്റി നള്ളിഫൈ ചെയ്ത് പോകാത്തത് കൊണ്ട് ഇത്തരം മോളിക്യൂൾസിനെല്ലാം ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഡൈപോൾ മൊമെന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ HFന്റെ ഡൈപോൾ മൊമെന്റ് 1.91 dB ആണ്, HCl 1.03 dB, H2Sന് 0.90, വാട്ടറിന് 1.83 dB ആണ്. അപ്പോൾ ഇത്തരം മോളിക്യൂൾസിന് ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഡൈപോൾ മൊമെന്റ് മെഷർമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് വാല്യൂയിൽ നിന്ന് നമുക്ക് ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ അതിലെ ആറ്റംസിന്റെ ഡിഗ്രി ഓഫ് പൊളാരിറ്റി നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ചും ഡയാറ്റോമിക് മോളിക്യൂളിൽ ആ ബോണ്ട് എത്ര പോളാർ ആണെന്നുള്ളത് ഡൈപോൾ മൊമെന്റ് വാല്യൂ നമുക്കറിയാൻ പറ്റും. ഗ്രേറ്റർ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് അത്രയും അധികം പോളാർ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഓക്കെ, സോ ഈ ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് ജിയോമെട്രി ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മുടെ മോളിക്യൂളിൽ പോളാർ ബോൺസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിന്റെ ഓവറോൾ അറേഞ്ച്മെന്റ് അല്ലേ. ഇപ്പൊ ലീനിയർ മോളിക്യൂൾ നമ്മൾ പറഞ്ഞു നള്ളിഫൈ ചെയ്ത് പോയാൽ അതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ജിയോമെട്രി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പോളാർ ബോൺസ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ മോളിക്യൂള് പോളാർ ആണോ അല്ലയോ എന്നുള്ളത്, ഡൈപോൾ മൊമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ വാട്ടറിൽ നമുക്കറിയാം ബെൻഡ് ജിയോമെട്രിയാണ്, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസ് OH ബോണ്ടിന്റെ OH ഡൈപോൾസ് ഇന്ററാക്ട് ചെയ്യും, അത് നള്ളിഫൈ ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 1.83 dB ഡൈപോൾ മൊമെന്റ് വാട്ടറിനുണ്ട്. അതേസമയം ലീനിയർ ജിയോമെട്രി 180 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്ന ലീനിയർ ജിയോമെട്രി ആണെങ്കിൽ ബോണ്ട് ഡൈപോൾസ് ഈക്വൽ ആറ്റംസ് ഉള്ള ബോണ്ട് ഡൈപോൾസ് ആണെന്നുണ്ടെങ്കിൽ അത് നള്ളിഫൈ ചെയ്ത് പോയിട്ട് 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും മോളിക്യൂൾ ഉണ്ടാവുക. അതുപോലെ 120 ഡിഗ്രി 90 ഡിഗ്രി ബോണ്ട് ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ഡൈപോൾ മൊമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് ആംഗിൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഡൈപോൾ മൊമെന്റ് 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ വരുന്ന മോളിക്യൂൾസിനായിരിക്കും. ഇനി ഹെറ്ററോ അറ്റോമിക് മോളിക്യൂൾസിലാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് അല്ലെ, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്നതനുസരിച്ച് പൊളാരിറ്റി കൂടും നമുക്കറിയാം. ഇപ്പോൾ ഹൈഡ്രജൻ ഹാലൈഡ്സ് HF, HCl, HBr അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ഈ ഡൈപോൾ മൊമെന്റ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മൾട്ടിപ്പിൾ ആറ്റംസ് ഉള്ള മൂന്നിലധികം ആറ്റംസ് ഉള്ള പോളിയാറ്റോമിക് മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇൻഡിവിജ്വൽ ബോണ്ട് ഡൈപോൾസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, ഈ ബോൺസ് എങ്ങനെയാണ് സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുക എന്ന് അതിന്റെ സിമെട്രിയെ കൂടി അല്ലെങ്കിൽ ജോമെട്രി കൂടി ഡിപ്പെൻഡ് ചെയ്യും. The net dipole moment will be vector sum of the dipole moments of various bonds അല്ലേ. സോ നമുക്ക് കെമിക്കൽ ബോണ്ടിന്റെ നേച്ചർ അയണിക് ആണോ കോവാലന്റ് ആണോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഡൈപോൾ മൊമെന്റ് വാല്യൂ അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വാല്യൂ നമുക്ക് കിട്ടിയാൽ. അപ്പം ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് 1.7 കൂടുതലാണെങ്കിൽ ആ ബോണ്ട് അയണിക് ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 ആണെങ്കിൽ 50% അയണിക്കും 50% കോവാലന്റും ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 1.7 താഴെയാണെങ്കിൽ അത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുക എന്ന് പറഞ്ഞാൽ അയണിക് ബോണ്ട് ആവുകയാണല്ലോ. അപ്പോൾ ഹൈലി പോളാർ ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് കൂടിയ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അത് അയണിക് ആവാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബോണ്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും ഡൈപോൾ മൊമെന്റ് വാല്യൂ എന്ന്. There is an equation mu is equal to m1 square plus m2 square plus 2 m1 m2 cos theta, where theta is the bond angle. Cos theta all raised to 1/2. Square root of this ആണ് mu എന്ന് പറയുന്നത്. അവിടെ m1 m2 ബോണ്ട് മൊമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡൈപോൾ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബോണ്ട് ആംഗിൾ തീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഡൈപോൾ മൊമെന്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്.